ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ചെന്നൈയിൽ വന്നിട്ട് മാർഗഴി മഹോത്സവത്തിൻ്റെ റിഹേഴ്സലിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ 31st അതിൻ്റെ ഫൈനൽ റിഹേഴ്സലാണ്. അതേപോലെ 2-ാം തീയതിയാണ് കേട്ടോ, January 2 പ്രോഗ്രാം വരുന്നത് കേട്ടോ. അപ്പം അതിന് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം നമുക്ക് പോകണ വഴിക്കാണ്. അപ്പം നമ്മൾ പോണത് ബസ്സിലാണ് കേട്ടോ. ഞാൻ ബസ്സാണ് ബുക്ക് ചെയ്തത്. എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് കൺഫേം ആയില്ല. പക്ഷെ നമ്മൾ 31st അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ, ഫൈനൽ റിഹേഴ്സലല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ബസ്സിലാണ് കേട്ടോ വന്നത്. അപ്പം ബസ് സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ മോന് വെക്കേഷൻ ആയതുകൊണ്ട് അവനെയും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ പോയി. ഞാൻ ഓൾറെഡി ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയത്. അപ്പം നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നു കേട്ടോ. ഞാൻ ഓയോ എന്നായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട്സിലാണ് കിട്ടിയത്. എന്നാലും അറിയാമല്ലോ, നമ്മൾ 3 days സ്പെൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം ചാർജായി. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. പൊന്നൂനും ഫുഡ് കൊടുത്തു. അവൻ വന്നപ്പോൾ കയറി കിടന്നുറങ്ങി. അവന് രാത്രി ബസ് വന്നിട്ട് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. അതായത് നമ്മൾ ട്രെയിന് ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല, കൺഫേം ആയില്ല. അപ്പം ലാസ്റ്റ് മിനിറ്റ് പ്രൈവറ്റ് ബസ്, ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. സ്ലീപ്പറിലാണ്, പക്ഷെ ലാസ്റ്റ് സൈഡാണ് കിട്ടിയതെന്നുള്ളതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായില്ല കേട്ടോ. അപ്പം പൊന്നു കിടന്നെങ്കിൽ ഞാനും കുറച്ച് നേരം കിടന്നു. അപ്പം മാഷേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ഒരു 4:30 മാഷേട്ടൻ്റെ ട്രെയിന് വരുന്നത് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം രാത്രിയൊക്കെ ആയപ്പോൾ മാഷേട്ടൻ കൂട്ടിയിട്ട്, അന്ന് ന്യൂ ഇയർ ആണല്ലോ, 31st അല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു മെറീന ബീച്ച് ഒന്ന് പോകാം കേട്ടോ. പക്ഷേ ഫെയിലിയർ ആയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു കേട്ടോ അത്. മെറീന ബീച്ച് പോയപ്പോൾ ഭയങ്കര ആൾക്കാരും ബഹളവും കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറ്റിയതെന്ന് വെച്ചാൽ, അന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് പിള്ളേർ ഒക്കെ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ടാണോ അതോ അവിടെ ന്യൂ ഇയർ പ്രോഗ്രാം സ്റ്റേജ് ഷോ നടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു 7 മണിക്കൊക്കെ തന്നെ വന്നിട്ട് ബീച്ച് ക്ലോസ് ചെയ്തായിരുന്നു അത്രേ. അപ്പം നമ്മൾ പോയത് നൈറ്റ് ന്യൂ ഇയറിന് വേണ്ടിയിട്ടാണല്ലോ, ആഫ്റ്റർ 10 o'clock പോയത്. പക്ഷേ പോയപ്പോൾ അവിടെ ബീച്ചൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. അടുത്ത ദിവസം പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പം ന്യൂ ഇയർ പകൽ പോവാം, രാത്രി ആണ്ടല്ലേ ഈ ഇഷ്യൂ. അപ്പോൾ പകൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ 8 o'clock ക്ലോസ് ആവും, ഇല്ലെങ്കിൽ 7 o'clock ക്ലോസ് ചെയ്തു എന്നറിയാണ്ട് നമ്മളെ പോലെ തന്നെ അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ പോവായിരുന്നു. ബീച്ചിൽ പോവാം, മോൻ ബീച്ച് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി മറീന ബീച്ച് പോകാമെന്ന് വെച്ചത്. കുഞ്ഞ് ബീച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അന്ന് അവന് ഭാഗ്യം ഉണ്ടായില്ല ബീച്ച് കാണാനായിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് മോർണിംഗ് വരാം എന്നുള്ള പ്ലാനോട് കൂടിയിട്ട് നമ്മൾ അവിടുന്ന് മൂവ് ചെയ്യാൻ കേട്ടോ ഉണ്ടായത്. അപ്പം ഇന്നത്തെ ദിവസം ഈ ഒരു ട്രിപ്പ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.